നല്ല സോഫ്റ്റ് ബ്രെഡും നല്ല കട്ടിക്കുള്ള കാഷ്യൂവും കിസ്മസും തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടുള്ള മറ്റേ ക്രീമൊന്നും ഇടാതെ നല്ല കുറുകുറുന്നിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുള്ള ബീഫിൻ്റെ സ്റ്റൂ. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് തന്നെ കാര്യം. അതിനായിട്ട് ബീഫ് എടുത്തിട്ട് പച്ചമുളക്, കറിവേപ്പില, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ചെറുനാരങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ആ സമയത്ത് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഹോൾ സ്പൈസസ് പൊട്ടിച്ച് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, എല്ലാ വെജിറ്റബിൾസും ചേർത്ത് അതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം. അതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച ബീഫും കൂടെ ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്ത് തിളച്ച് കുറുകി വരുമ്പോൾ ഒന്നാം പാല് ചേർത്ത് അതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് തിളപ്പിച്ച് വാങ്ങാം. ഇനി നെയ്യിൽ വറുത്തിട്ടുള്ള ചെറിയുള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഗരം മസാലയും കുരുമുളക് പൊടിയും ചെറുനാരങ്ങയും ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സ്റ്റൂ റെഡിയായി. പറഞ്ഞ പോലെ തന്നെ പൊളിയാട്ടോ. ബ്രെഡും സ്റ്റൂവും മസ്റ്റ് ട്രൈ ആണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.